കോപ്പറേറ്റീവ് അക്കാഡമി നടത്തിവരുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സഹകരണ സ്ഥാപനങ്ങളുടെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ രജിസ്ട്രേഷനെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത്. സഹകരണ നിയമത്തിലും ചട്ടത്തിലും 2-ാമത്തെ അധ്യായത്തിലാണ് സഹകരണ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. രജിസ്ട്രേഷനുമായി നേരിട്ട് ബന്ധമുള്ള സഹകരണ നിയമത്തിലെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 7 രജിസ്ട്രേഷൻ. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ സഹകരണ ചട്ടത്തിലെ ഏതൊക്കെ ചട്ടങ്ങളാണ് രജിസ്ട്രേഷനുമായി നേരിട്ട് ബന്ധമുള്ളവ എന്ന് നമുക്ക് നോക്കാം. റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. റൂൾ 4 രജിസ്ട്രേഷൻ. റൂൾ 4A മാനർ ഓഫ് ഇഷ്യൂവിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ദ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്. സഹകരണ നിയമത്തിൻ്റെ ആരംഭഘട്ടത്തിൽ നാം പറഞ്ഞു, സഹകരണ നിയമവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫോമുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൻഡിക്സ് 2-ലാണെന്ന് പറഞ്ഞു. രജിസ്ട്രേഷനുമായി നേരിട്ട് ബന്ധമുള്ള ഫോമുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തതായി പരിശോധിക്കാം. അപ്പൻഡിക്സ് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 1-ാമത്തെ ഫോം എന്ന് പറയുന്നത് രജിസ്ട്രേഷനുമായി ബന്ധമുള്ളവയാണ്. ഫോം നമ്പർ 1 ആപ്ലിക്കേഷൻ ഫോം ഫോർ രജിസ്ട്രേഷൻ. ഒരു സഹകരണ സ്ഥാപനം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ രജിസ്റ്റർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അപേക്ഷ സമർപ്പിക്കേണ്ടത് 1-ാം നമ്പർ ഫോമിലാണ്. അത്തരം അപേക്ഷ ബന്ധപ്പെട്ട രജിസ്ട്രാർ ഓഫീസിലോ ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലോ ലഭിച്ചു കഴിഞ്ഞാൽ ആ അപേക്ഷയിലെ വിവരങ്ങൾ അവിടുത്തെ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ആ രജിസ്റ്റർ ഫോം നമ്പർ 2-ലാണ്. അപ്രകാരം ലഭിച്ച അപേക്ഷ പരിശോധിച്ച് രജിസ്ട്രേഷൻ കൊടുക്കുവാൻ തീരുമാനമെടുത്താൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3-ലാണ്. അപ്രകാരം ഫോം നമ്പർ 3-ൽ ഒരു സഹകരണ സ്ഥാപനത്തിന് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ അത് വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ അപ്രകാരം ലഭിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടാൽ അതിനു പകരം ഒരു ഡ്യൂപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള വ്യവസ്ഥ നമ്മുടെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഫോം നമ്പർ 3A-യിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഫോം നമ്പർ 4 എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിൽ ഏതൊക്കെ സഹകരണ സ്ഥാപനങ്ങൾക്കാണോ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത് ആ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താനുള്ള രജിസ്റ്ററാണ് ഫോം നമ്പർ 4. അപ്പോൾ ഫോമുകളെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. ഫോം നമ്പർ 1 ആപ്ലിക്കേഷൻ ഫോം ഫോർ രജിസ്ട്രേഷൻ. ഫോം നമ്പർ 2 രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ JR ബാർ രജിസ്ട്രാർ ഓഫീസ്. ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഫോം നമ്പർ 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഫോം നമ്പർ 4 രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ JR ഓർ RCS ഓഫീസ്. ഒരു സഹകരണ സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഏറ്റവും ചുരുങ്ങിയത് വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 25 വ്യക്തികൾ ഉണ്ടായിരിക്കണം. 25 പേഴ്സൺസ് ഫ്രം ഡിഫറൻറ്റ് ഫാമിലീസ്. അതാണ് വ്യവസ്ഥ.
എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യവസായ സഹകരണ സ്ഥാപനമാണെങ്കിൽ അത് കയറും കൈത്തറിയും ഒഴികെയുള്ളവയാണെങ്കിൽ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 10 വ്യക്തികൾ മതിയാകും. കയറും കൈത്തറിയും വ്യവസായ സഹകരണ സ്ഥാപനങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും അവയുടെ രജിസ്ട്രേഷന് നാം ആദ്യം പറഞ്ഞതുപോലെ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 25 വ്യക്തികൾ ഉണ്ടായിരിക്കണം. അടുത്തത്, ഒരു സഹകരണ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ ഒരു നിശ്ചിത ഫീസ് ട്രഷറിയിൽ അടച്ച് അപേക്ഷയോടൊപ്പം ചെല്ലാൻ ഹാജരാക്കിയിരിക്കണം. ഒരു സഹകരണ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ ആ സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖല അറിഞ്ഞിരിക്കണം. എന്നു പറഞ്ഞാൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് കണക്കാക്കുന്നത് ആ സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖല ഒരു താലൂക്കിന് ഉള്ളിലാണെങ്കിൽ 2000 രൂപ, ഒരു താലൂക്കോ അതിനു മുകളിലോ, പക്ഷേ ഒരു ജില്ല പൂർണ്ണമായിട്ടില്ല എങ്കിൽ 4000 രൂപ, ഒരു ജില്ല പൂർണ്ണമായാൽ 5000 രൂപ, ഒരു ജില്ലയിൽ അധികരിച്ചാൽ 10000 രൂപയാണ് ഫീസ്. ഒരിക്കൽ കൂടി പറയാം. If the area of operation within a taluk, 2000 rupees. If the area of operation a taluk and above but below a district, rupees 4000. If the area of operation a district, then rupees 5000. If the area of operation is more than one district, then 10,000. എന്നാൽ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയോ ആണെങ്കിൽ അതിൻ്റെ പ്രവർത്തന മേഖല എത്ര വലുതുമാകട്ടെ എത്ര ചെറുതുമാകട്ടെ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് കേവലം 100 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വനിതാ സഹകരണ സംഘവും SC/ST സഹകരണ സംഘവുമാണെങ്കിൽ അതിൻ്റെയും പ്രവർത്തന മേഖല എത്ര വലുതോ എത്ര ചെറുതോ ആകട്ടെ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് കേവലം 500 രൂപ മാത്രമേ ഉള്ളൂ. ഫീസ് അടവ് വരുത്തേണ്ടത് ട്രഷറിയിൽ അടച്ച് അതിൻ്റെ ചെല്ലാൻ അപേക്ഷയോടൊപ്പം ഹാജരാക്കുകയാണ് വേണ്ടത്. അതുപോലെ ഈ സഹകരണ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തീകരിക്കുവാൻ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകണം. ആ കമ്മിറ്റിയുടെ പേരാണ് പ്രൊമോട്ടിംഗ് കമ്മിറ്റി. ആ പ്രൊമോട്ടിംഗ് കമ്മിറ്റിക്ക് ഒരു തലവൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹെഡ് ഉണ്ടായിരിക്കണം. ആ തലവനെ അല്ലെങ്കിൽ ഹെഡിനെ നാം വിളിക്കുന്ന പേരാണ് ചീഫ് പ്രൊമോട്ടർ. ആ ചീഫ് പ്രൊമോട്ടർ ആണ് സഹകരണ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ അപേക്ഷ ബന്ധപ്പെട്ട അധികാര കേന്ദ്രത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. അടുത്തതായി നാം പഠിക്കുവാൻ പോകുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്നതാണ്. ഒന്നാമതായി നാം നേരത്തെ പറഞ്ഞതാണ്, സഹകരണ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ അപേക്ഷ നമുക്ക് തോന്നിയ പോലെ തോന്നിവാസം തയ്യാറാക്കാൻ കഴിയില്ല. അതിന് സഹകരണ നിയമത്തിൻ്റെ ഭാഗമായുള്ള അപ്പൻഡിക്സ് 2-ൽ ഒരു പ്രത്യേക ഫോമുണ്ട്. അതാണ് ഫോം നമ്പർ 1 അപേക്ഷ. ആ ഫോം നമ്പർ 1 അപേക്ഷ 2 പകർപ്പ് ഉണ്ടായിരിക്കണം. ഇൻ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഫോം നമ്പർ 1 അപേക്ഷ 2 പകർപ്പ്. അടുത്തത്, നിശ്ചിത ഫീസ് ട്രഷറിയിൽ അടവ് വരുത്തിയ ചെല്ലാൻ.
അടുത്തത് രജിസ്റ്റർ ചെയ്യുവാൻ പോകുന്ന സഹകരണ സ്ഥാപനത്തിൻ്റെ നിയമാവലിയുടെ അല്ലെങ്കിൽ ബൈലോയുടെ 3 കോപ്പി. അടുത്തത് രജിസ്റ്റർ ചെയ്യുവാൻ പോകുന്ന സഹകരണ സ്ഥാപനത്തിൽ അംഗത്വം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ പട്ടിക 2 പകർപ്പ്. അതോടൊപ്പം പ്രസ്തുത പട്ടികയോടൊപ്പം ഈ സഹകരണ സ്ഥാപനത്തിൽ രജിസ്ട്രേഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അടവ് വരുത്തിയ ഓഹരി തുകയും പ്രവേശന ഫീസും വ്യക്തമാക്കിയിരിക്കണം. അടുത്തത് അപ്രകാരം അംഗത്വം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അടവ് വരുത്തിയ ഓഹരി തുക ബാങ്കിൽ അടച്ച് ആ ബാങ്കിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യണം. അതുപോലെ തന്നെ നാം രജിസ്റ്റർ ചെയ്യുവാൻ പോകുന്ന സഹകരണ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിവാകുന്ന ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട്, അതിൻ്റെയും ഒരു പകർപ്പ്. ഇത്രയും കൂടാതെ ബന്ധപ്പെട്ട അധികാര കേന്ദ്രം, അത് ജോയിൻ്റ് രജിസ്ട്രാറോ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസോ ആയിരിക്കും. അവർ ആവശ്യപ്പെടുന്ന മറ്റു വിവരങ്ങളും മറ്റു രേഖകളും. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സമർപ്പിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം. ഫോം നമ്പർ 1 അപേക്ഷ ഇൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2 കോപ്പി. നിശ്ചിത ഫീസ് ട്രഷറിയിൽ അടവ് വരുത്തിയ ചെക്ക് ആൻഡ് റെസിപ്റ്റ്. 3 copies of the proposed bylaws of the society. അടുത്തത് ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് who have contributed share capital together with the amount contributed and entrance fees paid by each of them. അടുത്തത് a certificate from a bank stating the credit to balance in favor of the proposed society. 1 copy. Next, project report. 1 copy. Next, any other information and documents as may be required by the registrar. രജിസ്ട്രേഷൻ അപേക്ഷയിൽ 5 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിക്കേണ്ടതാണ് എന്ന വിവരം കൂടി ഓർത്തിരിക്കുക. നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു, ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒന്നുകിൽ ജോയിൻ്റ് രജിസ്ട്രാർ മുമ്പാകെയോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയോ മുമ്പാകെ ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇവരിൽ ആരാണ് രജിസ്ട്രേഷൻ അതോറിറ്റി എന്ന് തീരുമാനിക്കുന്നത്? നാം രജിസ്റ്റർ ചെയ്യുവാൻ പോകുന്ന സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന പരിധിയെ ആശ്രയിച്ചിരിക്കും. നാം രജിസ്റ്റർ ചെയ്യുവാൻ പോകുന്ന സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖല ഒരു ജില്ലയിൽ അധികരിച്ചിട്ടില്ല എങ്കിൽ ജോയിൻ്റ് രജിസ്ട്രാർ, ഒരു ജില്ലയിൽ അധികരിച്ചാൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പം നമ്മൾ മുകളിൽ സൂചിപ്പിച്ച എല്ലാ രേഖകളും അടക്കം ആ രജിസ്ട്രേഷൻ അപേക്ഷ JR മുമ്പാകെയോ രജിസ്ട്രാർ മുമ്പാകെയോ രജിസ്റ്റേർഡ് തപാൽ വഴിയോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള സമയപരിധിയെക്കുറിച്ചാണ് അടുത്ത പഠന വിഷയം. ഒരു രജിസ്ട്രേഷൻ അപേക്ഷ ബന്ധപ്പെട്ട JR ഓഫീസിലോ രജിസ്ട്രാർ ഓഫീസിലോ ലഭിച്ചാൽ ലഭിച്ച തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ അത് തീർപ്പ് കൽപ്പിക്കണം. 90 ദിവസത്തിനുള്ളിൽ
നിരസിക്കുവാനാണ് തീരുമാനിച്ചതെങ്കിൽ പ്രസ്തുത വിവരം 7 അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടറെ അറിയിച്ചിരിക്കണം. 7 അല്ലെങ്കിൽ 15 എന്ന് പറയാൻ കാരണം നിയമത്തിൽ 7 ദിവസമെന്നും ചട്ടത്തിൽ 15 ദിവസമെന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്രകാരം ഒരു അപേക്ഷ നിരസിക്കപ്പെടുകയാണെങ്കിൽ ആ നിരസിച്ച ഉത്തരവ് കൈപ്പറ്റിയ ചീഫ് പ്രൊമോട്ടർ നിരസിച്ച ഉത്തരവ് തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ആ ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. തൻ്റെ അപേക്ഷ തള്ളിയത് JR ആണെങ്കിൽ, ജോയിന്റ് രജിസ്ട്രാർ ആണെങ്കിൽ അപ്പീൽ സമർപ്പിക്കേണ്ടത് രജിസ്ട്രാർ മുമ്പാകെയാണ്. തൻ്റെ അപേക്ഷ തള്ളിയത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അപ്പീൽ സമർപ്പിക്കേണ്ടത് ഗവൺമെൻറ് മുമ്പാകെയാണ്. അപ്രകാരം ലഭിക്കുന്ന അപ്പീലുകൾ അത് രജിസ്ട്രാർ ആകട്ടെ ഗവൺമെൻറ് ആകട്ടെ 6 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ 90 ദിവസത്തിനുള്ളിൽ JR ആകട്ടെ രജിസ്ട്രാർ ആകട്ടെ രജിസ്ട്രേഷൻ അപേക്ഷയിന്മേൽ യാതൊരു തീരുമാനവും എടുക്കുന്നില്ല എന്നിരിക്കട്ടെ, രജിസ്ട്രേഷൻ അനുവദിച്ചു എന്നും പറയുന്നില്ല, നിരസിച്ചു എന്നും പറയുന്നില്ല എങ്കിൽ ചീഫ് പ്രൊമോട്ടർക്ക് ഇതിനെ സംബന്ധിച്ച് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പരാതി കൊടുക്കാം. JR ആണ് തീരുമാനമെടുക്കാതിരിക്കുന്നതെങ്കിൽ പരാതി സമർപ്പിക്കേണ്ടത് രജിസ്ട്രാർ മുമ്പാകെയാണ്. രജിസ്ട്രാർ ആണ് തീരുമാനമെടുക്കാതിരിക്കുന്നതെങ്കിൽ പരാതി സമർപ്പിക്കേണ്ടത് ഗവൺമെൻറ്. അപ്രകാരം ഒരു പരാതി രജിസ്ട്രാർ മുമ്പാകെ ലഭ്യമായാൽ രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകും 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാൻ. അപ്രകാരം ഒരു നിർദ്ദേശം രജിസ്ട്രാറിൽ നിന്ന് ലഭ്യമായാൽ അത് ജോയിന്റ് രജിസ്ട്രാർ പാലിച്ചിരിക്കണം. അതുപോലെ ഒരു പരാതി ഗവൺമെൻറ് മുമ്പാകെ ലഭ്യമായാൽ ഗവൺമെൻറ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകും 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാൻ. അപ്രകാരം ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിൽ നിന്ന് രജിസ്ട്രാർക്ക് ലഭ്യമായാൽ അത് രജിസ്ട്രാർ പാലിച്ചിരിക്കണം. അപ്പം നാം ഇന്ന് ചർച്ച ചെയ്തത് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചാണ്. മറ്റു വിഷയങ്ങളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് കടന്നു വരാം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.